നീ ഇതങ്ങോട്ടടി കെട്ടി എഴുന്നള്ളുന്നേ? കാർത്തിക്കിന് മുമ്പിൽ ചെറുചിരിയോടെ നല്ല ഭംഗി ഒരുങ്ങി നിൽക്കുന്ന സംഗീതയെ കണ്ടതും അവന് കലിതുള്ളി. ആ പെണ്ണിന്റെ മുഖം കാർമേഘം വന്നു മൂടിയ ആകാശം പോലെ ഇരുണ്ടുപോയി. അല്ലെങ്കിലും ഇവൾ എങ്ങനെ ഒരുങ്ങിയിട്ടെന്താ? കരിച്ചട്ടിക്ക് കൈയും കാലും വെച്ചതുപോലെയല്ലേ കോലം. ആ നിമിഷത്തെ സാഹചര്യം ഒന്നുകൂടെ കൊഴുപ്പിക്കാനെന്നോണം രേഖ അവിടെ ഓടി വന്നു. കാർത്തിക് സംഗീതയെ പുച്ഛത്തോടെ നോക്കി. അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. വിവാഹം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നെ എവിടേക്കും കൊണ്ടുപോയിട്ടില്ലല്ലോ. എനിക്കും കാണില്ലേ കാർത്തിയേട്ടന്റെ കൂടെ പുറത്തേക്ക് പോവാനൊക്കെ മോഹം. കൊണ്ടുപോവാൻ പറ്റിയൊരു ചളുക്ക്. കാർത്തിക് ആ പെണ്ണിനെ നോക്കി ചിറികൂട്ടി. നിന്നെ പുറത്തു കൊണ്ടുപോയിട്ട് വേണം എന്റെ മകൻ എല്ലാവർക്കും മുമ്പിലും നാണം കെടാനല്ലേ? രേഖ ദേഷ്യത്തോടെ അവൾക്ക് നേരെ ഒന്നുകൂടി ചീറിയെടുത്തു. എന്നെ കാണാൻ വന്നപ്പോ നിങ്ങളൊക്കെ കണ്ണു കെട്ടിയിരുന്നോ? അന്ന് നിങ്ങൾക്കെല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ടു. കെട്ടിക്കഴിഞ്ഞപ്പോ എന്നെ ഇഷ്ടമല്ലാതായി. ഇതെന്ത് ന്യായം? സംഗീത കുറച്ചൽപ്പം ഗൗരവത്തോടെ ശബ്ദം ഉയർത്തിക്കൊണ്ട് രേഖയോട് അത് ചോദിച്ചപ്പോൾ അവർ അന്തിച്ചു പോയി. നീ എന്റെ അമ്മയോട് ന്യായം ചോദിക്കാൻ മാത്രം വളർന്നോടി എന്ന് ദേഷ്യത്തോടെ അലറി വിളിച്ചുകൊണ്ട് കാർത്തിക് അവളുടെ വലം കവിളിൽ ശക്തിയായൊരു അടി വെച്ചു കൊടുത്തു. പെട്ടെന്ന് കിട്ടിയ അടിയുടെ ആഘാതത്തിൽ ആ പെണ്ണ് അല്പമൊന്ന് പിറകോട്ട് വലിഞ്ഞുപോയി. വലം കവിളിൽ ഉള്ളം കൈകൊണ്ട് പൊത്തിപ്പിടിച്ചവൾ കാർത്തിക്കിനെ രൂക്ഷമായി തന്നെ നോക്കിപ്പോയി. നോക്കി പേടിപ്പിക്കാതെ കണ്ണിന്റെ മുമ്പ് നിന്നും പൊടി. സംഗീതയുടെ കണ്ണുകൾ തൊടിയിൽ നിറഞ്ഞ വെള്ളം പോലെ കവിഞ്ഞൊഴുകി. അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി. അസഹ്യകരം. എവിടെ പോവാൻ ഇറങ്ങിയാലും കണ്ണിന്റെ മുന്നിൽ വന്ന് നിന്നോളും. കാർത്തിക് പിറുപിറുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഓട്ട വീണ വെളുത്ത മൺകുടത്തിൽ വെള്ളം നിറച്ചതുപോലെ നീർത്തുള്ളികൾ ആ പെണ്ണിന്റെ മീകളിൽ നിന്നും താഴേക്കൊഴുകി. അവൾ വെറുതെ കണ്ണാടിക്ക് മുമ്പിൽ നിന്നു. ഒരുപാട് സ്വപ്നം കണ്ട ജീവിതം അവളുടെ നിറുകയിൽ ചുവന്നു നിന്നു. ആ ചുവപ്പ് നിറം ആ പെണ്ണിനെ പോലെ തന്നെ ഇരുണ്ടുപോയതുപോലെ തോന്നി അവൾക്ക്. വലം കൈയിലെ ചൂണ്ടുവിരൽ പതിയെ നെറുകയിൽ തൊട്ടു നോക്കി അവൾ വെളുക്കനെ ഒന്ന് പുഞ്ചിരിച്ചു. മറ്റാർക്കും തിരിച്ചറിയാൻ കഴിയാത്ത നരച്ചൊരു പുഞ്ചിരി. നെഞ്ചിലെ ഭാരത്തോടൊപ്പം മനസ്സിലെ ഭാരം കൂടിയായപ്പോൾ അവൾക്ക് വല്ലാത്ത ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ആ പെണ്ണിന്റെ ശരീരത്തിലൂടെ ചോരയ്ക്ക് പകരം ചൂടുള്ള ലാവ ഒഴുകുന്നത് പോലെ അവൾ നിന്ന് വിയർത്തു. ഒന്നുറക്കെ പൊട്ടിക്കരയാൻ തോന്നിയപ്പോൾ അവളിലെ ശബ്ദങ്ങളെല്ലാം മലകളും പുഴകളും താണ്ടി ഒരുപാട് ദൂരം മുന്നിട്ടു പോയിരുന്നു. സങ്കടങ്ങൾ നെഞ്ചുവരെ കല്ലിച്ചു നിന്നിട്ടും പുറത്തേക്ക് ഒഴുക്കിവിടാൻ കഴിയാത്ത ഹതഭാഗ്യയായ ഒരു പെണ്ണാണല്ലോ താനെന്നോർക്കവേ അവൾക്ക് വല്ലാത്ത നാണക്കേട് തോന്നി. ഒരു പനിനീർപ്പൂവിന്റെ ദളങ്ങളോളം മാത്രമുള്ള ആ പെണ്ണിന്റെ മോഹങ്ങളൊക്കെയും ഒരു ഭീമൻ കാലുകൊണ്ട് ചതച്ചരച്ച കാർത്തിക്കിന്റെ മുഖം ഓർക്കാതിരിക്കാൻ അവൾ പാടുപെട്ടു. വയ്യ, ഇനി എനിക്കൊന്നിനും വയ്യ, സംഗീത ആരോടെന്നില്ലാതെ പറഞ്ഞു. അന്ന് രാത്രി കാർത്തിക് അവൾക്കരികിലേക്ക് വന്നപ്പോൾ അറപ്പോടെ അവൾ മുഖം തിരിച്ചു. എന്തിനാടി നിനക്കിത്ര അഹങ്കാരം? എന്റെ ഭാര്യയായിരിക്കും വരെ ഞാൻ പറയുന്നത് അനുസരിക്കുകയും എന്നെ സഹിക്കുകയും ചെയ്യേണ്ടി വരും. പറ്റില്ലെങ്കിൽ ഇവിടെ നിന്നും ഈ നിമിഷം ഇറങ്ങിക്കോണം. കാർത്തിക്കിന്റെ വന്യഭാവം കാണവേ അവളിലെ ആത്മാവ് മറ്റെവിടേക്കോ ഊർന്നുപോയി. നിറഞ്ഞു വന്ന മിഴികൾ പെയ്യാൻ വെമ്പി നിൽക്കവേ വാശിയോടെ അവളത് അവനിൽ നിന്നും മറച്ചു പിടിച്ചു. കാരണം ആ പെണ്ണിന്റെ നിറഞ്ഞ മിഴികൾ കാണുമ്പോഴുള്ള കാർത്തിക്കിന്റെ ആഹ്ലാദം പലപ്പോഴും അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരിക്കൽ കൂടി തന്നെ വേദനിപ്പിച്ചുകൊണ്ട് അയാൾ സന്തോഷിക്കരുതെന്ന് ആ നിമിഷം അവൾ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. കാർത്തിക്കിന്റെ കൈ സംഗീതയുടെ തോളിൽ ഞെരിഞ്ഞമർന്നപ്പോഴായിരുന്നു അവൾ സ്വയബോധത്തിലേക്ക് തിരികെ വന്നത്. ആൾക്കാർക്ക് മുമ്പ് കൊണ്ടുപോവാൻ പറ്റില്ലെങ്കിലും എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? കാർത്തിക് അവളിലേക്ക് മുഖമടുപ്പിച്ചു. മദ്യത്തിന്റെ രൂക്ഷഗന്ധം അവളിൽ ഓക്കാനും വർദ്ധിപ്പിച്ചു. എന്നെ കാണുമ്പോ ഞാനല്ലേടി ഓക്കാനിക്കേണ്ടത്, ഇത് തിരിച്ചാണല്ലോ. കാർത്തിക്കിന്റെ പരിഹാസം അവളിൽ കൂടുതൽ അറപ്പും വെറുപ്പും സൃഷ്ടിച്ചു. അവളൊന്നും മിണ്ടാതെ അവനെ രൂക്ഷമായി നോക്കി. നിനക്ക് എന്തിനാടി ഇത്രക്കും അഹങ്കാരം? സംഗീതയുടെ നോട്ടം ഇഷ്ടപ്പെടാതെ അവൻ ആ പെണ്ണിന്റെ തോളിൽ അവന്റെ കൈ ഒന്നുകൂടി ബലമായി അമർത്തി. അസഹ്യമായ വേദനയോടെ പുളഞ്ഞവളെ നോക്കി കാർത്തിക് ക്രൂരമായി ചിരിച്ചു. സഹികെട്ടുപോയ സംഗീത വളരെ ശക്തിയായി കാർത്തിക്കിനെ ഇരു കൈകൾ കൊണ്ടും പുറകോട്ട് തള്ളി.
അപ്രതീക്ഷിതമായ നീക്കമായതുകൊണ്ട് അവൻ നിയന്ത്രണം കിട്ടാതെ നിലത്തേക്ക് വീണുപോയി. ആ തക്കത്തിന് അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയോടി. ഹാളിന്റെ വലതുവശത്തുള്ള മറ്റൊരു റൂമിൽ കയറി വാതിലടയ്ക്കുമ്പോൾ ആ പെണ്ണിന്റെ ശരീരവും മനസ്സും ആകെ തകർന്നു പോയിരുന്നു. കാർത്തിക് തന്നെ ആക്രമിക്കാൻ വരുമോ എന്ന ചെറിയൊരു ഭയത്തോടെയായിരുന്നു സംഗീത അന്ന് രാത്രി ഉറങ്ങാതെ നേരം വെളുപ്പിച്ചത്. അതിന്റെ ക്ഷീണം അവളിൽ ആവോളം ഉണ്ടായിരുന്നു. പതിയെ എഴുന്നേറ്റ് മുഖം കഴുകി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ രേഖ കലിപ്പുണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മങ്ക എഴുന്നള്ളിയോ? രേഖയുടെ ചോദ്യം സംഗീതയെ നന്നായി വെറിപിടിപ്പിച്ചു. നേരെ ഉച്ചായിട്ടാണോ എഴുന്നേറ്റ് വരുന്നത്? നേരത്തിനും കാലത്തിനും ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും കഴിക്കണം എന്നറിയില്ലേ? അതിന് ഞാനെന്ത് വേണം? സംഗീത രേഖയ്ക്ക് നേരെ മുഖം കനപ്പിച്ചു. രേഖ നെറ്റി ചുളിച്ചുകൊണ്ട് അവളെ നോക്കി. നീ എന്ത് വേണമെന്നോ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പുലർച്ചെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി വെക്കണമെന്ന്. രേഖ സംഗീതയെ വെറി പിടിച്ച നായയെ പോലെ നോക്കി. വിശക്കുന്നുണ്ടെങ്കിൽ സ്വയം ഉണ്ടാക്കി കഴിച്ചോളണം, അല്ലാതെ നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിക്കാൻ ഞാൻ ഇവിടുത്തെ വേലക്കാരിയോ നിങ്ങളുടെ മകൻ പൈസ കൊടുത്ത് വാങ്ങിയ റോബോട്ടോ അല്ല. സംഗീതയുടെ ഭാവമാറ്റം കണ്ട് രേഖ ഒരു മാത്രമേ അവളെ അന്താളിച്ചു നോക്കിപ്പോയി. വിവാഹം കഴിഞ്ഞിട്ട് മാസം 1 കഴിഞ്ഞു. ഇന്നേ വരെ രേഖയോടോ കാർത്തിക്കിനോടോ എതിർത്ത് സംസാരിക്കാത്തവളാണ്. പക്ഷെ ഇന്ന് അവൾ ഒരുപാട് മാറിയിരിക്കുന്നു. രേഖയ്ക്ക് അവളുടെ മാറ്റം വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. അവളിലെ കൂസലില്ലായ്മ രേഖയെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. കാർത്തിക് അങ്ങ് വരട്ടെ, നിന്റെ അഹങ്കാരം ഞാൻ കാണിച്ചു തരാടി. രേഖ അവൾക്ക് നേരെ വിരൽ ഞൊടിച്ചുകൊണ്ട് കലിതുള്ളി മുറിയിലേക്ക് പോയി. കാർത്തിക് വീട്ടിലില്ലെന്ന കാര്യം അപ്പോഴായിരുന്നു സംഗീതയും തിരിച്ചറിഞ്ഞത്. രേഖ പോയി കഴിഞ്ഞിട്ടും മറ്റെന്തോ ചിന്തിച്ചിരുന്ന സംഗീത കുറച്ചു സമയം കഴിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് അവിടെ നിന്നും പോയത്. അമ്മേ അമ്മേ! താഴെ നിന്നും കാർത്തിക്കിന്റെ ഉറക്കെയുള്ള ശബ്ദം സംഗീത കേട്ടെങ്കിലും അവന്റെ അടുത്തേക്ക് പോവാനോ കാര്യം അന്വേഷിക്കാനോ ആ പെണ്ണ് തയ്യാറായില്ല. എന്തു വാടാ വിളിച്ച് കൂവുന്ന്? എനിക്ക് നന്നായിട്ട് ചെവി കേൾക്കാം. രേഖ അലസതയോടെ അവനെ നോക്കി. ഇവിടെ കഴിക്കാനൊന്നുമില്ലേ? വിശപ്പ് കാരണം കാർത്തിക്കിന്റെ ദേഷ്യം ഒന്നുകൂടി കൂടി. ഓ, അതിനവൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലാന്ന് രേഖ ഈർഷ്യയോടെ പറഞ്ഞു. കാർത്തിക് ഒന്നും മനസ്സിലാവാതെ രേഖയെ നോക്കി. അവർ രാവിലെ നടന്ന കാര്യങ്ങൾ കുറച്ചുകൂടി പൊടിപ്പും തൊങ്ങലും കൂട്ടി പറഞ്ഞു. ദേഷ്യത്താൽ കാർത്തിക്കിന്റെ മുഖം വലിഞ്ഞു മുറുകി. അവൾക്ക് ഇത്രയ്ക്ക് അഹങ്കാരോ? കാർത്തിക് കൈലി മടക്കി കുത്തിക്കൊണ്ട് സ്റ്റെയർ ഓടിക്കയറി. അടച്ചിട്ട വാതിലിൽ അവൻ ശക്തിയായി കൈകൊണ്ട് തട്ടി വിളിച്ചു. സംഗീത, സംഗീത! കാർത്തിക്കിന്റെ ശബ്ദം കേൾക്കവേ ആ പെണ്ണൊന്ന് വിറച്ചുപോയി. ഒരു മാത്രം എന്തോ ചിന്തിച്ചു നിന്നവൾ ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുകെ അടച്ചു. നീ മര്യാദക്ക് വാതില് തുറക്കുന്നോ അതോ ഞാൻ ഈ വാതില് തല്ലിപ്പൊട്ടിക്കണോ? കാർത്തിക്കിന്റെ ശബ്ദത്തിൽ അല്പം കൂടി ക്രൂരത നിറഞ്ഞു. അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ഇനിയൊരു നിമിഷം കൂടി വൈകിയാൽ ഒരു പക്ഷേ വാതിൽ തകർത്തവൻ ഉള്ളിലേക്ക് വരുമെന്നവൾക്ക് തോന്നി. കാരണം ഇതിനോടകം തന്നെ ആ പെണ്ണ് കാർത്തിക്കിനെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. പിന്നീട് ഒരു നിമിഷം കൂടി കാത്തു നിൽക്കാതെ അവൾ വാതിൽ തുറന്നു. ചുവന്ന കണ്ണുകൾ തുറച്ചു നോക്കുന്നവനെ കാണവേ ആ പെണ്ണിന്റെ ഉടൽ ഒരിക്കൽ കൂടി വിറച്ചുപോയി. ഡി നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക് ആ പെണ്ണിന്റെ മുടിക്കുത്തിന് കയറി പിടിച്ചു. പെട്ടെന്നായതുകൊണ്ട് അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവന്റെ കൈകളിൽ നിന്നും തന്റെ മുടി ആവും വിധത്തിൽ മോചിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വെറും പീറപ്പെണ്ണായ നിനക്ക് ഇത്രക്ക് അഹങ്കാരോ? കാർത്തിക് ആ പെണ്ണിന്റെ ഇരു കവിളിലും തുരുതുരാ അടിച്ചുകൊണ്ടിരുന്നു. ചുണ്ടു പൊട്ടി ചോരയൊലിച്ചിട്ടും അവന്റെ കലി അടങ്ങിയില്ല. മതി, നിർത്തടാ, അത് ചത്തുപോവും. രേഖ വെപ്രാളത്തോടെ കാർത്തിക്കിനെ പിടിച്ചു മാറ്റി. ആ പെണ്ണൊരു നൂല് പോലെ താഴെ കൂർന്നു വീണുപോയി. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? രേഖ അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് താഴേക്ക് പോയി. അവളുടെ അഹങ്കാരം കണ്ടില്ലേ അമ്മേ? അതിനിങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? പിന്നെ ഇങ്ങനെ ചെയ്യണം. ഈ വെറ്റകൾക്കൊക്കെ 2 കെട്ടിയാലേ പഠിക്കൂ. എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് ജീവിതകാലം മുഴുവൻ ജയിലിൽ പോയി കിടക്കാനാണോ നിന്റെ പ്ലാൻ? രേഖ പറയുന്നതും ശരിയാണെന്ന് കാർത്തിക്കിന് തോന്നി. എങ്കിലും അവന്റെ കലി അടങ്ങുന്ന ലക്ഷണമുണ്ടായിരുന്നില്ല. നീ ആ പെണ്ണിനെ എങ്ങനെങ്കിലും ഒഴിവാക്കാൻ നോക്ക്. ഇതിനാ നശൂല ഒഴിഞ്ഞു പോവണ്ടേ? കാർത്തിക് ചിറികൊട്ടിക്കൊണ്ട് രേഖയെ നോക്കി. പെണ്ണിന്റെ സ്വർണ്ണൊക്കെ നീ എന്ത് ചെയ്തു? രേഖ കൗശല ബുദ്ധിയോടെ അവനോട് ചോദിച്ചു. അതെന്റെ കയ്യിലുണ്ട്. രേഖയ്ക്ക് അതിയായ സന്തോഷം തോന്നി.
എന്നാ നീ കുറച്ചുകൂടി ക്ഷമിക്ക്. അവളെ എങ്ങനെ ഒഴിവാക്കണമെന്ന് എനിക്കറിയാം. കാർത്തിക് നെറ്റിച്ചുളിച്ചുകൊണ്ട് അമ്മയെ നോക്കി. അവരവനെ കണ്ണടച്ചുകൊണ്ട് സമാധാനിപ്പിച്ചു. കാർത്തിക്കിന് നേരിയൊരാശ്വാസം തോന്നി. മുഖത്ത് ശക്തിയായി എന്തോ വന്ന് വീഴുന്നത് പോലെ അനുഭവപ്പെട്ടപ്പോഴായിരുന്നു സംഗീത വളരെ പാടുപെട്ടുകൊണ്ട് മിഴികൾ വലിച്ചു തുറന്നത്. അവൾക്ക് വല്ലാത്ത നീറ്റൽ തോന്നി. പതിയെ ഉള്ളം കൈകൊണ്ട് മുഖം പരതിയപ്പോൾ ആരോ മുഖത്ത് വെള്ളം തളിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായി. അത് രേഖയായിരുന്നു. അവരെ കണ്ടപ്പോഴേ അവൾക്ക് അതിയായ ദേഷ്യം തോന്നി. കൂടുതൽ അഭിനയിക്കാതെ എണ്ണീച്ചു പോകണേ. രേഖ സംഗീതയെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി. അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. നീങ്ങി ഞെരങ്ങിക്കൊണ്ടവൾ പതിയെ ചുമരിനോട് ചാരിയിരുന്നു. ശേഷം പതിയെ എഴുന്നേറ്റ് വേച്ചുകൊണ്ട് കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് നിന്നു. തടിച്ചു വീർത്ത കവളുകളും പൊട്ടിയ ചുണ്ടും കാർത്തിക്കിന്റെ ക്രൂരത വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഒഴിവാക്കി പോയാലോ എന്ന ചിന്തയിൽ അവൾ ഏറെ നേരം നിന്നെങ്കിലും തന്റെ അച്ഛനെയും അമ്മയെയും ഓർത്തപ്പോൾ ആ പെണ്ണിന്റെ മനസ്സ് തകർന്നു പോയി. ഇനിയും ഇതെല്ലാം സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കണമെന്നാണോ അവൾ സ്വയം ചോദിച്ചു പോയി. താൻ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് വീട്ടിലേക്ക് ചെന്നാൽ എന്നേക്കാൾ തകർന്നു പോകുന്നത് അച്ഛനും അമ്മയുമായിരിക്കും. കാരണം ഒരേ ഒരു മകളായിരുന്നിട്ടും നിറത്തിന്റെ പേരിൽ ഒരുപാട് വിവാഹാലോചനകൾ മുടങ്ങിപ്പോയതാണ്. അവസാനം തൊട്ടാപ്പൊള്ളുന്ന സ്ത്രീധനം കൊടുത്തുകൊണ്ടാണ് കാർത്തിക്കിന് തന്നെ അച്ഛൻ വിവാഹം ചെയ്തു നൽകിയത്. എന്നിട്ടും തന്റെ ഗതി ഇതാണെന്നറിഞ്ഞ് ആ പാവങ്ങൾ എത്രമാത്രം വിഷമിക്കും. സംഗീതയുടെ ചിന്തകൾ മനോരാജ്യം വിട്ട് പുഴകളും മലകളും കടന്ന് ഒരുപാട് ദൂരേക്ക് പോയി. തളരരുത്, തളരാൻ പാടില്ല. മരണം വരെ പൊരുതി ജീവിക്കണം. കളിയാക്കിയവർക്ക് മുൻപിലും അവഗണിച്ചവർക്ക് മുൻപിലും ആക്ഷേപിച്ചവർക്ക് മുൻപിലും ഒരിക്കലെങ്കിലും തലയുയർത്തി പിടിച്ചു നിൽക്കണം. വളരെ ദൂരേക്ക് പോയ അവളിലെ ചിന്തകൾ തിരികെ എത്തുമ്പോൾ മാസങ്ങൾക്ക് മുമ്പ് അവൾ ഉപേക്ഷിച്ചു പോയ ഹൃദയവും കൂടെ ഉണ്ടായിരുന്നു. ടേബിളിൽ വെള്ളം നിറച്ചു വെച്ച ബോട്ടിലെടുത്ത് തലവഴി താഴേക്ക് കമഴ്ത്തി. മുറിവുകൾ നീറിപ്പുകയുമ്പോഴും അവൾ ആ നിമിഷം മനസ്സറിഞ്ഞു പുഞ്ചിരിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ അത്രയും സംഗീതയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളായിരുന്നു. ഒരു നിശ്ചിത കാലയളവ് വരെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും അവൾ ശ്രമിച്ചു. അതിനുശേഷമായിരുന്നു ബിസിനസ്സിലേക്കുള്ള സംഗീതയുടെ കാൽവെപ്പ്. തന്റെ ആഭരണങ്ങൾ കാർത്തിക്കിൽ നിന്നും തിരികെ വാങ്ങി ഓഫ്ലൈനായിട്ട് ബിസിനസ് തുടങ്ങാമെന്നായിരുന്നു ആദ്യം സംഗീതയുടെ തീരുമാനം. പിന്നീട് അതേക്കുറിച്ച് ആലോചിച്ചപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അവൾക്ക് തോന്നി. അതിനുശേഷമായിരുന്നു ഓൺലൈൻ ബിസിനസ് രംഗത്തേക്കുള്ള അവളുടെ ആദ്യ ചുവടുവെപ്പ്. അതിനായി ആദ്യം അവൾ ഇൻസ്റ്റഗ്രാമിനെയായിരുന്നു ആശ്രയിച്ചത്. ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങിയ ബിസിനസ് പിന്നീട് പതിയെ മെച്ചപ്പെട്ടു വരാൻ തുടങ്ങി. അതവൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകി. ബിസിനസ് ചെയ്ത് കിട്ടിയ പണം കൊണ്ടവൾ ചെറിയൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങി. ആദ്യമൊക്കെ വളരെ പാടുപെട്ടായിരുന്നു അത് മുന്നോട്ട് കൊണ്ടുപോയത്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ നഷ്ടത്തിലാവുമെന്ന് മനസ്സിലാക്കിയ സംഗീത പല വെറൈറ്റി ക്ലോത്തുകളും ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. ആദ്യ നാളുകളിൽ നഷ്ടത്തിലായിരുന്നെങ്കിലും പിന്നീട് സംഗീത പോലും പ്രതീക്ഷിക്കാത്ത അത്രയും ഉയർച്ച ബിസിനസ്സിൽ കണ്ടു തുടങ്ങി. അതിനിടയിലായിരുന്നു കാർത്തിക്കിന്റെയും സംഗീതയുടെയും ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും കുറച്ചു കാലം കൂടി കാർത്തിക്കിന്റെ വീട്ടിൽ തന്നെ നിൽക്കണമെന്ന സംഗീതയുടെ വാശി കാരണമായിരുന്നു വിവാഹമോചനത്തിനുള്ള നടപടികൾ ഇത്രയും വൈകിയത്. സംഗീത തന്റെ ബിസിനസ്സിൽ അല്പമൊന്ന് മെച്ചപ്പെട്ടപ്പോഴായിരുന്നു കാർത്തിക്കുമായിട്ടുള്ള ഡിവോഴ്സിന് അവൾ സമ്മതിച്ചത്. കാർത്തിക്കിന് അതറിഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നിയെങ്കിലും പെട്ടെന്ന് ആ പെണ്ണിന്റെ മാറ്റം കണ്ടപ്പോൾ അവനെന്തോ സംശയം തോന്നി. എങ്കിലും പിന്നിലെ കാരണം അന്വേഷിക്കാൻ അവൻ പോയില്ല. എങ്ങനെയെങ്കിലും ദരിദ്രയും സൗന്ദര്യവുമില്ലാത്ത സംഗീതയിൽ നിന്നും ഡിവോഴ്സ് വാങ്ങിയാൽ മതിയെന്നായിരുന്നു അവന്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാർത്തിക്കിന്റെ വീട്ടിൽ നിന്നും സംഗീത മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി. ഒരു ഗതിയില്ലാത്ത പെണ്ണെങ്ങനെയാ വേറൊരു വീടെടുത്ത് താമസിക്കുന്നത്? രേഖയ്ക്കും കാർത്തിക്കിനും അതിശയം തോന്നി. കാർത്തിക്കിന്റെ വീട്ടിൽ നിന്നും താമസം മാറിയ സംഗീത പിന്നീട് പ്രത്യക്ഷത്തിൽ തന്നെ ബിസിനസ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതോടെ സംഗീതയുടെ ബിസിനസ് വളരെ വേഗത്തിൽ വളരാൻ തുടങ്ങി. 6 മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു വ്യാഴാഴ്ച രാവിലെ കാർത്തിക്കും രേഖയും വളരെയേറെ സന്തോഷത്തിലായിരുന്നു. കാരണം ഇന്നാണ് സംഗീതയുടെയും കാർത്തിക്കിന്റെയും ഫൈനൽ ഹിയറിംഗ്. ഇന്നത്തോടെ ഒഫീഷ്യലി അവർ വിവാഹമോചിതരാവുകയാണ്.
കാർത്തിക്കിന്റെ ആഹ്ലാദം കാണി രേഖയിലും ചിരി വിടർന്നു. ഞാൻ ചായ എടുത്തു വെക്കാം, നീ ഹാളിലേക്ക് പോയിക്കോ. രേഖ പുഞ്ചിരിയോടെ അവനെ നോക്കി. അവൻ തിരികെയും. കാലിക്കട്ടൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രവായന കാർത്തിക്കിന് പതിവുള്ളതായിരുന്നു. പത്രത്തിന്റെ ഓരോ താളുകളിലൂടെയും കണ്ണോടിച്ചു പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി അവൻ ആ കാഴ്ച കണ്ടത്. കുടിച്ചുകൊണ്ടിരുന്ന ചായ നെറുകയിൽ കയറി അവൻ ചുമച്ചുപോയി. അമ്മേ, അമ്മേ! കാർത്തിക് പത്രവുമായി അലറി വിളിച്ചുകൊണ്ട് രേഖയ്ക്കടുത്തേക്ക് ഓടിയെത്തി. എന്തിനാടാ അങ്ങനെ വിളിച്ചു പോകുന്നേ? ഗ്ലാസ് കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ രേഖ അലക്ഷ്യമായി ചോദിച്ചു. ഇങ്ങോട്ടൊന്ന് നോക്കമ്മേ! കാർത്തിക് പത്രം നിവർത്തിപ്പിടിച്ച് വെപ്രാളത്തോടെ അമ്മയ്ക്ക് മുമ്പിൽ കയറി നിന്നു. ചിലം രേഖയുടെ കയ്യിലെ ഗ്ലാസ് നിലത്ത് വീണ് ചിതറിപ്പോയി. അവിശ്വസനീയതയോടെ അവർ പത്രത്തിലേക്ക് വീണ്ടും വീണ്ടും നോക്കി. 2025 വുമൺ എന്റർപ്രണർ അവാർഡിന് അർഹ സംഗീത ചന്ദ്രശേഖർ. കൊഴുത്തു തടിച്ച കറുത്ത അക്ഷരങ്ങളിലേക്കും നിഷ്കളങ്കമായി ചിരിച്ചു നിൽക്കുന്ന സംഗീതയുടെ ഫോട്ടോയിലേക്കും അവർ മാറി മാറി നോക്കിപ്പോയി. രേഖയ്ക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? കാർത്തിക് ആലോചനയോടെ രേഖയെ നോക്കി. അവർ അറിയില്ലെന്ന പോലെ തലയനക്കി. ഒരാൾ എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കരുത്. മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ നമ്മൾ എന്ന് ആഗ്രഹിക്കുന്നോ അന്നായിരിക്കും നമ്മുടെ വിജയത്തിന്റെ തുടക്കം. എന്റെ നിറത്തിന്റെ പേരിൽ ചെറുപ്പം മുതലേ ഒരുപാട് അവഗണനകൾ ഞാൻ സഹിച്ചിട്ടുണ്ട്. എന്നാൽ അന്നൊന്നുമില്ലാത്ത തിരിച്ചറിവ് എനിക്ക് ലഭിച്ചത് വിവാഹത്തിന് ശേഷമായിരുന്നു. സ്വന്തം പാർട്ട്ണർ പോലും സപ്പോർട്ട് ചെയ്യാത്ത നിമിഷങ്ങളിൽ ജീവിതം അവസാനിപ്പിച്ചാലോ എന്നിവരെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ആർക്കാണ് നഷ്ടം എന്ന് ചിന്തിച്ചപ്പോ ആ വഴി ഞാൻ തിരഞ്ഞെടുത്തില്ല. അല്ലെങ്കിലും ഇത്ര കാലം നമ്മൾ ജീവിച്ചതിന് ഒരു അർത്ഥം വേണ്ടേ? പിന്നീട് പൊരുതി ജീവിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പിന്നീട് എന്റെ നീക്കങ്ങളെല്ലാം വളരെ രഹസ്യമായിരുന്നു. എന്റെ ആത്മവിശ്വാസം കൊണ്ടും ദൈവത്തിന്റെ കരുണ കൊണ്ടും ഞാൻ എന്റെ പ്രയത്നങ്ങളിൽ വിജയിച്ചു. ഒരുപാട് സമ്പാദിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് എന്നെ അർഹിക്കാത്തവരിൽ നിന്നും ഒരു മോചനം വേണമെന്ന് എനിക്ക് തോന്നിയത്. പിന്നീട് അതിനുള്ള ഓട്ടമായിരുന്നു. ഇനി മുതൽ എനിക്ക് വേണ്ടി ജീവിക്കണം. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ജീവിതം ഒന്നേ ഉള്ളൂ. അത് മറ്റാർക്കു വേണ്ടിയും പാഴാക്കാതിരിക്കുക. സംഗീതയുടെ വാക്കുകൾ വളരെ അത്ഭുതത്തോടെയും കൗതുകത്തോടെയും കാർത്തിക് രേഖയ്ക്ക് വായിച്ചു കേൾപ്പിക്കുമ്പോൾ ഇരുവരിലും വല്ലാത്ത നഷ്ടബോധം നിറഞ്ഞിരുന്നു. ഡിവോഴ്സ് വാങ്ങി കാർത്തിക്കിനും രേഖയ്ക്കും മുമ്പിലൂടെ അഭിമാനത്തോടെ തലയുയർത്തി കോടതി വരാന്തയിലൂടെ പുറത്തേക്ക് നടന്നു പോകുമ്പോൾ സംഗീതയുടെ ചുണ്ടിൽ ആത്മസംതൃപ്തിയുടെ 100,000 പുഞ്ചിരികൾ തെളിഞ്ഞിരുന്നു.